പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം. എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. വിഷു അടുത്തതോടെ നാടെങ്ങും ഓട്ടപ്പാച്ചിലാണ്. കണിയൊരുക്കുന്നതിനും സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനുമെല്ലാം സാധനങ്ങൾ വാങ്ങാൻ നഗരത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പച്ചക്കറിക്ക് ഇത്തവണ വലിയ വിലക്കുറവുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസം പകരുന്നതാണ്. പയർ, ബീൻസ് ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്കാണ് താരതമ്യേന വില അല്പം കൂടുതൽ. പയറിന് കിലോയ്ക്ക് 60 രൂപ, ബീൻസിന് കിലോയ്ക്ക് 100 വടക്കാഞ്ചേരിയിലെ വില. തക്കാളി, മുരിങ്ങക്കായ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്ക് വില കുറവാണ്. 1 കിലോ തക്കാളിക്ക് 25 രൂപയാണ് മാർക്കറ്റ് വില. വിഷു വിപണിയോടനുബന്ധിച്ച് നേരിയ വിലവർദ്ധനവ് മാത്രമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളതെന്ന് KKM പച്ചക്കറി ഹോൾസെയിൽ സ്ഥാപന ഉടമ നാസർ പറയുന്നു. ഇപ്പൊ ഒരു 2 ദിവസമായിട്ട് ചെറിയൊരു വിലവർദ്ധനവുണ്ട്. പയറ് ഉള്ളതിന്ന് 60 രൂപ കിലോ, പിന്നെ വെണ്ടയ്ക്ക് 60 രൂപ, ക്യാരറ്റ് 60 രൂപ, പിന്നെ ഉള്ളത് ബീൻസ് കുറച്ച് വില കൂടിയുണ്ട്. ബീൻസ് 100 രൂപയുണ്ട്. പിന്നെ മുരിങ്ങക്കായ ഐറ്റംസ് ഒക്കെ വില കുറവാണ്. ഇപ്പൊ സീസണായ കാരണം വില കുറവാണ്. പിന്നെ തക്കാളി വില കുറവുണ്ട്. തക്കാളി 25 രൂപ കിലോ. പിന്നെ അങ്ങനെ ചെറിയ വില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കുമ്പളയുമ്പത്തേക്ക് വില കുറവാണ്. പിന്നെ വിഷു വിപണി ചെറുതായിട്ട് ഉണർന്നുണ്ടെന്ന്. നാളെ മറ്റേ തിരക്കാവും. നാളത്തെ കൊണ്ടിട്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് വെള്ളരി ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ കേരളത്തിലെത്തുന്നത്. കാലാവസ്ഥ അനുകൂലമായതും പച്ചക്കറിയുടെ ലഭ്യത വർദ്ധിച്ചതും ഇത്തവണ വിലക്കയറ്റം തടയാൻ സഹായകമായതായി വ്യാപാരികൾ പറയുന്നു. ആവശ്യത്തിന് മഴ ലഭിച്ചത് കർഷകർക്കും ഗുണമായിട്ടുണ്ട്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.